Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. I hope you're all doing well. ഇന്ന് നിങ്ങൾ ഒരു പുതിയ വർഷത്തേക്ക് കാലുവെച്ചിരിക്കുന്നു. Today you have entered into a new year. ഈ വർഷത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. There is a great importance for this year. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നു. നിങ്ങളുടെ മുമ്പിൽ അസാധ്യമായി തോന്നുന്നതെല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ പോവുകയാണ്. Many things in your life which were blocked until now are going to be released, and many things which you thought were impossible are going to happen effortlessly. ദൈവത്തിന്റെ വലിയ ഫേവർ നിങ്ങൾക്കുണ്ടാകാൻ പോകും. A great favor of God is going to be manifest in your life. ആമേൻ. ആർ എനിക്ക് വേണ്ടി പോകും എന്ന് യെശയ്യാവ് 6:8 പറയുന്ന പോലെ, In Isaiah 6 verse 8 we see the Lord saying, "Then I heard the voice of the Lord saying, Whom shall I send, and who will go for us?" അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ എനിക്ക് വേണ്ടി പോകും? ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുന്നു. നിങ്ങൾ ഓരോരുത്തരും പറയുക, ഞാൻ പോകാം, നല്ല മനസ്സോടെ പോകാമെന്ന് പറഞ്ഞ് അനുസരിച്ച് മുമ്പോട്ട് സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഫെയിലായി പോകത്തില്ല. അതൊരു വലിയ വിക്ടോറിയസ് ലൈഫ്, വിക്ടോറിയസ് പാത്ത്, വിക്ടോറിയസ് ഫ്രൂട്ട്ഫുൾ ഇയർ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. Whom shall I send, and who will go for us? That is a very important question that we see the Lord asking over there. If you will surrender yourself and say, "Here I am, Lord, send me," then you will never be a failure. You will be successful, and you will see a great victory in every path that you take. Prepare for the coming revival. ആമേൻ. വരാൻ പോകുന്ന വലിയ ഉണർവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. നിങ്ങളുടെ മുൻപിൽ ഒരു ഷട്ടർ തുറന്നു പൊങ്ങുമ്പോൾ അപ്പുറം കാണുന്നത് പോലെ ഉണർവ് വാതക്കലായിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് എത്തിപ്പിടിക്കാൻ പോകുന്നു. Prepare for the coming revival. You are going to see it in this year, just like a shutter opens up, like a door opens up and you suddenly see it. The revival of God is here. It's almost going to take place and you're going to see it very soon. പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. The Lord is going to do new things. Who will go for us? നമുക്ക് വേണ്ടി പോകും എന്നുള്ള ഒരു വലിയ ചോദ്യം നിൽക്കുകയാണ്. There is a great question that the Lord has. Who will go for us? യഹോവ നിങ്ങളുടെ മേൽ വലിയ വാഗ്ദത്തങ്ങൾ പറഞ്ഞതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ്. The Lord is going to fulfill all the promises that He has spoken and declared over you. ഇത് അവനെ അന്വേഷിക്കാനുള്ള ഒരു കാലമാണ്. This is the season to seek the Lord in a greater way. It is time to seek the Lord. അവനെ അന്വേഷിക്കാനുള്ള ഒരു വലിയ കാലത്തേക്ക് നാം വന്നിരിക്കുന്നു. We have entered into a season where it is a very important time to seek the Lord. Revival requires repentance. ഉണർവിന് ഒരു മാനസാന്തരം ആവശ്യമാണ്. Yes, revival requires repentance. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിശ്ചയമായിട്ടും മറുപടി നൽകാൻ പോവുകയാണ്. 2 Chronicles 7 verse 14 says, "If my people who are called by my name will humble themselves and pray and seek my face and turn from their wicked ways, then I will hear from heaven and I will forgive their sin and will heal their land." ദൈവസന്നിധിയിൽ നാം ചെന്ന് നെടുമ്പാട് വീഴുമ്പോൾ അവൻ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് നമ്മളെ വാഷ് ചെയ്ത് ഹിമത്തേക്കാൾ വെളുക്കേണ്ടത് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ
നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കൂ. അവൻ നമ്മളെ വാഷ് ചെയ്യും. നമ്മുടെ ജീവിതം ഒരു ഉണർവിന് വേണ്ടി വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളെ ഉണർവിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളിലൂടെ ഒരു ഉണർവിൻ്റെ വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യിക്കാൻ പോകുന്നു. When we seek the Lord and we humble ourselves in His presence and we lean down before Him and cry, then the Lord will refresh our life. He will forgive our sins and He will cleanse us and heal us and He will prepare us for the great revival and use us to bring revival. ഇനിയുള്ള കാലങ്ങൾ ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ഏരിയാസ്, ആത്മമണ്ഡലങ്ങൾ, എല്ലാ മേഖലകളിലും വലിയ ആത്മാവിൻ്റെ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകും. In the coming days, in the areas of leadership, politics, and even in spiritual areas, great changes, great spiritual shifts are going to take place. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയർ ലൈഫിൽ മുന്നേറാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വർഷമായത്. This year is a year which the Lord has prepared for you to grow in prayer. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. ഞങ്ങളുടെ കർത്താവേ, വരാൻ പോകുന്ന വലിയ ഉണർവിന് വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഞങ്ങളെ അതിനുവേണ്ടി അങ്ങ് ഒരുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. Our Lord, we are ready and we are praying for this great revival that you're going to send. We pray that you would prepare us and let the revival come soon. കർത്താവേ, അങ്ങയുടെ മഹിമ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Lord, we desire to see your glory. യേശുവിൻ നാമത്തിൽ ഈ പുതുവർഷത്തിൽ ആമേൻ കയറിയ സകല ജനത്തെയും അങ്ങ് ആശീർവദിക്കണമേ. Lord, I pray that you would bless every people here who are entering into this new year. എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. Lord, let every problem vanish. എല്ലാ ഇറിറ്റേഷനും മാറട്ടെ. Let every irritations vanish. എല്ലാ അക്യൂസേഷനും മാറട്ടെ. Let every accusations remove. എല്ലാ ട്രബിൾസും മാറട്ടെ. Let all troubles be removed. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. In the name of Jesus, I bless your people. God bless you. Love you. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. മിലേക്ക് ഫാമിലി, ഡിവൈൻ ചർച്ച്, ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാം പുതുവത്സര ആശംസകൾ. ഈ പുതിയ വർഷം എല്ലാ നിലയിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. Love you. God bless you and a happy new year. Very special new year wishes from me and my family, for Melek family, for Divine Church, for all those who are watching us online. We wish you all a very happy new year and God bless you.